ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വിഷു സ്പെഷ്യൽ വ്ളോഗാണ് ഗൈസ്. നമ്മളെല്ലാവരും കൂടെ ചെറിയ രീതിക്ക് ഒരു കുഞ്ഞ് വിഷു ആഘോഷിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ വിഷുക്കണി ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും വിഷു ഇങ്ങനെ അടിച്ചു പൊളിച്ചോ? കുറേ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നുവെച്ചാൽ അച്ഛനാണ് എന്നെ എണീപ്പിച്ച് കൊണ്ടുപോകുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ കട്ടയും കല്യാണിയൊക്കെ ഓൾറെഡി കണി കണ്ടിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ കട്ടനെ കണ്ടില്ലേ, ഉറക്കത്തൊന്ന് വിളിച്ച് എണീപ്പിച്ച് കൈനീട്ടം കൊടുത്തത് അതേപോലെ പടയ്ക്ക് തന്നെ ചായ കൂട്ടാ. ഉറക്കം അങ്ങോട്ട് ശരിയായില്ല മൂപ്പർക്ക്. അല്ലുവിനെയും തുമ്പീനെയും ഹേസുവിനൊന്നും എണീപ്പിച്ചില്ല കേട്ടോ. അപ്പോഴേക്കും അങ്ങനെ ഞാൻ ഈറ്റുകൾ ഇവിടെ ഇരിക്കുന്നൊന്നും കണ്ടില്ല. കണിയൊക്കെ കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈറ്റുകളെ കാണുന്നത് കേട്ടോ. പിന്നെ അതാ അച്ഛൻ്റെ വക ഫസ്റ്റ് കൈനീട്ടം അങ്ങോട്ട് കിട്ടി. അമ്മയും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുത്തില്ല. അതാ ഞാൻ പറഞ്ഞ ഇടയ്ക്കുള്ള ക്ലിപ്സൊക്കെ കുറേയൊക്കെ മിസ്സിങ് ആണെന്ന്. അങ്ങനെ ഞങ്ങൾ കൈനീട്ടമൊക്കെ വാങ്ങിച്ചു. ഒരുത്തൻ കണ്ടോ, ഇനി എണീക്കാനൊന്നും വയ്യ, കിടന്നോട് തീർന്നിട്ടൊക്കെ കൈനീട്ടം വാങ്ങിട്ടോ. പക്ഷേ ഇങ്ങോട്ട് കിട്ടുന്നില്ല. അതൊക്കെ വേഗം പോക്കറ്റിൽ തന്നെ ചീരുന്നുണ്ട് മൂപ്പര്. ആക്ച്വലി വിഷുവിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി അല്ലേ, നമ്മുടെ ആഘോഷം. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻസ് വന്നു. അയച്ചപ്പോൾ എനിക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നി. ബിക്കോസ് ഇപ്പോഴത്തെ കാലത്ത് കൂട്ടുകുടുംബം കാണാനില്ല, അപ്പോൾ നിങ്ങളുടേത് കാണുമ്പോൾ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കമൻസ് കണ്ടു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടാ. പിന്നെ അച്ഛൻ്റെതായ സ്പെഷ്യൽ ഒരു ഫോട്ടോ എടുക്കുക നിർബന്ധമാണ്. ഇപ്പം നമ്മൾ നല്ല ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ അച്ഛനെ തൃപ്തി വരുന്ന അച്ഛൻ്റെ ഫോണിലൊന്നും എടുത്ത് എല്ലാവർക്കും രാവിലെ സുപ്രഭാതം വിടുന്നതും ഇതുപോലത്തെ സ്പെഷ്യൽ ഫോട്ടോസ് ഗ്രൂപ്പിലിടുന്നതും ഒക്കെ അച്ഛൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ പോയി ഒരു ഉറക്കമൊക്കെ ഉറങ്ങി പിന്നെ എണീറ്റ് വരികയാണ് കേട്ടോ. അപ്പം കല്യാണി ഇതാ അവിടുന്ന് പച്ചക്കറികൾ അരിയുന്നുണ്ട്. ഞാനും കുറച്ച് അതിന് കൂടി കൊടുക്കട്ടെ. ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും, വല്ലാത്തൊരു തരം കിതപ്പ് വരുന്നുണ്ട്. വയറ് കുറേ ഇങ്ങനെ താന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വയറിടിക്കുക എന്നൊക്കെ പറയില്ല, ഡെലിവറീനോട് അടുപ്പിച്ച്. അങ്ങനെയൊക്കെ ആയപ്പോൾ തന്നെ എനിക്കൊരു പേടി, കാരണം എനിക്ക് ഡെലിവറി ആവാനായിട്ടില്ലല്ലോ. ആക്ച്വലി എൻ്റെ ഡേറ്റ് വന്നിട്ട് ജൂൺ ഫസ്റ്റ് വീക്കാണ്. പക്ഷേ ഡോക്ടറിനോട് പറഞ്ഞു ജൂൺ ഫസ്റ്റ് വീക്ക് വരെ ഒന്നും വേണ്ട, മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ തോന്നുക മെയ് വരെ എത്തിയാൽ മതി, ഇനി മെയ് പകുതി ആകുമ്പോഴത്തേക്ക് ഉണ്ടാവും എന്നൊക്കെയാണ് തോന്നുന്നത് എനിക്ക് തന്നെ കേട്ടോ. കാരണം അത്രയും എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഞാനിങ്ങനെ ഫേസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് തുമ്പമ്മേനെയാണ് അമ്മ എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ അമ്മ കണി കാണിച്ചു കൊടുക്കുകയാണ്. ഓൾ ഉറക്കത്ത് നേടിയിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ തുമ്പി. അങ്ങനെ എൻ്റെ കുട്ടി കണി കണ്ടു. ഞാൻ അപ്പോൾ വൈശാടിനെ വിളിക്കണം, അപ്പോൾ വീഡിയോ കോൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നി പാവം ഉണ്ടാവാതെ ഉറങ്ങിക്കോട്ടെ, വൈശാടിന് ഇന്ന് ഡ്യൂട്ടി ഉള്ളതാണല്ലോ, അപ്പോൾ ഇത്രയും നേരത്തെ വിളിച്ച് എണീപ്പിച്ച് ഉറക്കം കളയണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുമ്പമ്മ അതാ കാര്യമായിട്ട് കണിയൊക്കെ നിന്ന് തൊഴുന്നുണ്ട്. അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആർക്കും കൂക്കും ഉണ്ടാവരുതേ, കുഞ്ഞുമാവ നല്ലോണം പോലെ ഞങ്ങളെ കയ്യിലേക്ക് ഇട്ടണേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പ്രാർത്ഥിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പറയുന്നുണ്ട് കുട്ടി ഇങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് നോക്കുക. എന്താണ് കണി? അല്ലൂസ് തലേ ദിവസം ചോദിച്ച പോലെ അമ്മയെ കണി കാണാൻ നാട്ടുകാരൊക്കെ വരുമോ അങ്ങോട്ട് എന്നാണ് ചോദിച്ചത് കേട്ടോ. അങ്ങനെ അമ്മ അതാ കൈനീട്ടം കൊടുക്കുകയാണേ. ഉറക്കത്തിൻ്റെ ചടവങ്ങോട്ട് തുമ്പിക്ക് മാറിയിട്ടില്ല. വലത്തേ കൈ കൊണ്ട് വാങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് നോക്കും. പിന്നെ വാങ്ങി പിന്നെ കാലിട്ട് ഉരുളക്കാൻ പറഞ്ഞപ്പോൾ കുട്ടി ചെയ്തിട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര മടിയേനും, പക്ഷേ പൈസയും തന്നില്ല. പൈസയും കൈ പിടിച്ചിട്ടാണ് കിടന്ന് ഉറക്കട്ടോ. അപ്പോൾ അല്ലുവിനപ്പം തന്നെ എണീപ്പിക്കേണ്ട ആവശ്യം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ബാക്കിയുള്ളത് അരിയാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹേസും എണീറ്റിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അല്ലുവിനെയും കൂടെ എണീപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് കട്ടേനോട് പറഞ്ഞ് പോയിട്ട് അല്ലുവിനെ ഒന്ന് വിളിച്ച് എണീപ്പിച്ച് കൊണ്ടുവരുന്നത്. പിന്നെ നമ്മളുടേതായ സദ്യ, അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ പ്രാവശ്യം. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ എനിക്ക് ഇവിടുത്തെ സദ്യ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ടാണ് ഹോംലി ഇത്രയും അടിപൊളി സദ്യ കഴിക്കുന്നത്. ബിക്കോസ് എൻ്റെ അമ്മ റീനമ്മയ്ക്ക് സദ്യയുടെ കാര്യത്തിൽ വലിയ വശമല്ല. അമ്മ നോൺ വെജൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും, പക്ഷേ സദ്യ അത്ര സെറ്റല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വലിയ സദ്യപ്രിയന്മാരല്ലായിരുന്നു. അങ്ങനെ എന്ത് ഒക്കേഷൻ ആണെങ്കിലും ഞങ്ങൾ നോൺ വെജിലാണ് പിടിക്കാറ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഒരു ചായയൊക്കെ കുടിക്കുകയാണ്. അമ്മ ചായയൊക്കെ ഉണ്ടായി കൊണ്ട് തന്ന്. അങ്ങനെ ഞാനിതാ നമ്മൾ ഓരോന്നായി അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അല്ലുട്ടൻ വന്ന് അല്ലുട്ടന് കണി കാണിച്ചു കൊടുത്തു. അപ്പോൾ മൂപ്പരും ഇതാണില്ലേ കണി, കാരണം എനിക്ക് തോന്നുന്നു മുമ്പത്തെ ഒന്നും ഓന് ഓർമ്മ ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് കണിയൊക്കെ കാര്യമായിട്ട് കാണുന്നുണ്ട്. പിന്നെയും ചോദിക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ വരുമോ അമ്മേ, എല്ലാവരും വരുമോ? ഓനിങ്ങനെ കുറേ ആൾക്കാരുണ്ടാകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികളൊക്കെ കിട്ടി കളിക്കാൻ വേണ്ടിയിട്ടേ. അത് വിചാരിച്ചിട്ടേ ചോദിക്കണേ. ഹേസുവിൻ്റെ ഫസ്റ്റത്തെ വിഷുവാണ് കേട്ടോ. ഇതൊക്കെ പിന്നീട് ഇവർക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് കാണാൻ പറ്റും, അല്ലാതെ ഇവർക്ക് ഇപ്പോൾ എന്താ ഇതിലൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവുക അല്ലേ. അങ്ങനെ ഹേസുവിന് എന്ത് കൈനീട്ടം, പക്ഷേ നമ്മളെ വരുമാനമാണല്ലോ, വേഗം വാങ്ങിച്ചോ എന്നൊക്കെ അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹേസുവിന് ഇതാ ഫസ്റ്റത്തെ കൈനീട്ടം കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട്. ഫുള്ള് കാല് പിടിക്കലാണല്ലോ എന്ന് കഴിഞ്ഞ ഏതോ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ത് ചെയ്യാനമല്ലയ്യ, ഇനി ഇത് കിട്ടുമോയെന്നാണ് ഞാൻ നോക്കുന്നത്. അവളെ കയ്യിൽ കിട്ടിയ സാധനം നമുക്ക് തരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് ചോദിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണിക്കും എനിക്കൊക്കെ തന്നു, പക്ഷെ അതേപോലെ തിരിച്ച് വാങ്ങുന്നുണ്ട് കുട്ടി. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലും വെച്ചെന്ന് വേഗം അതേപോലെ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവൾ ആരാ മോള്. അതുപോലെ അപ്പൂൻ്റെ ചെറുത് ചുട്ടുമണി, നമ്മുടെ ചുട്ടുമണീൻ്റെ കുഞ്ഞിച്ചക്കൻ്റെ ഫസ്റ്റത്തെ വിഷുവാണ്. ഓനെ രാവിലെ വിളിച്ചിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ ഓനെ വീഡിയോ കോൾ ചെയ്ത് എനിക്ക് കിട്ടിയത്.
അങ്ങനെ ഇതാ അല്ലുട്ടനും കൈനീട്ടമൊക്കെ വാങ്ങിച്ച് കണ്ടോ, കൈനീട്ടം വേഗം വാങ്ങി ഗള്ളിപ്പെണ്ണും. ഞാൻ വാങ്ങിച്ചിട്ട് കേട്ടോ. ഞാനന്ന് പോക്കറ്റിലുള്ള ട്രൗസറാട്ടത്, ആര് തന്നാലും വേഗം തന്നോളൂ പോക്കറ്റിലിട്ടോളൂ എന്നാണ് പറഞ്ഞു കേട്ടോ. അങ്ങനെ അച്ഛൻ എന്താ ചെറിയൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അച്ഛൻ വന്നിട്ട് പുലർച്ചയ്ക്ക് അച്ഛൻ കണ്ടായിരുന്നു. പിന്നെ പമ്പിലൊന്ന് പോയിട്ട് തിരിച്ച് വരേണ്ടി വന്ന്. പിന്നെ ഞാൻ വൈശാട്ടിനെ വിളിച്ചു. വൈശാട്ടിനെ ഞാൻ കണി കാണിച്ചു കൊടുത്തു. ആക്ച്വലി ആരൊക്കെ കൂടെ ഉണ്ടായാലും നമ്മൾ എന്തൊക്കെ ആഘോഷിച്ചാലും കെട്ടിയോൻ കൂടെ അല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണല്ലേ. ശരിക്കും നമ്മളൊരു എന്തൊരു ഒക്കേഷൻ ആയിക്കോട്ടെ ഒരു പൂർണ്ണതയിലെത്തി എപ്പോഴും നമ്മുടെ പാർട്ട്ണർ കൂടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ എല്ലാത്തിലും ഒരു മിസ്സിങ് ഉണ്ടാവും. പിന്നെ ഏട്ടൻ കണി കണ്ടുകൊണ്ടിരുന്നപ്പോൾ നിന്നെ കാണിക്കുകയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. ഇതൊക്കെ അല്ലാതെ നമുക്കെന്ത്. അങ്ങനെ ഏട്ടൻ്റെ വക നല്ലൊരു കൈനീട്ടവും കൂടെ കിട്ടി. അങ്ങനെ പിന്നെ അമ്മേനെയും ഇളയമേനെയും അച്ഛനെയും ഒക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. എല്ലാവരുടെ അടുത്തും പറഞ്ഞു ഏട്ടൻ നല്ല ഉറക്കത്തിലാണ്, അപ്പോൾ പിന്നെ ഉറങ്ങിക്കോട്ടെ, എന്തായാലും ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണല്ലോ. അങ്ങനെ അപ്പോൾ കുറച്ച് നേരമൊക്കെ ഏട്ടനോട് അപ്പോൾ ഓർത്താൻ പറഞ്ഞ് എല്ലാവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് നമ്മൾ ഏട്ടനോട് പോയി ഉറങ്ങാൻ പറഞ്ഞ്. അപ്പോൾ എല്ലാവരും അതെന്തൊക്കെ കഥയൊക്കെ പറയുന്നുണ്ട്. വൈശേട്ടൻ നിന്നെ കാണിക്കുകയെന്ന് പറഞ്ഞപ്പോഴേ ഇവിടുന്ന് പറയാം അമ്മ, അപ്പോൾ എന്താ ഞങ്ങളൊന്നും കാണണ്ടേ എന്ന് ചോദിച്ചു കേട്ടോ. പിന്നെ മക്കളെ കാണിച്ചു കൊടുത്ത്. മക്കൾ രണ്ട് കയ്യിലും പൈസ പിടിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ടാണ് ഈ ചിരി കേട്ടോ. കാരണം ഒന്നും കൂടെ കിട്ടില്ലല്ലോ. പിന്നെ അത് റീനമ്മേനെ വിളിച്ചു. റീനമ്മയും ഉണ്ണിയച്ഛനും വയനാട്ടിലാണ് കേട്ടോ ഉള്ളത്. വിഷുവിൻ്റെ തലേന്നാണ് അവർ വയനാട്ടിലേക്ക് പോയത്. ആക്ച്വലി നമ്മൾ മക്കളെ മാത്രം നോക്കിയാൽ മതിയല്ലോ, നമ്മളെ പാരൻസിനെയും നോക്കണ്ടേ അല്ലേ. അപ്പം ആടെ അമ്മമ്മയും അമ്മച്ചനും ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അവരുടെ കൂടെയാണ് ഇപ്രാവശ്യം ഉണ്ണിയച്ഛനും അമ്മയും വിഷു ആഘോഷിച്ചത് കേട്ടോ. അപ്പോൾ അവരങ്ങനെ അവിടേക്ക് എത്തി. പക്ഷെ നല്ല ചൂടാണെന്ന് പറയുക. നമ്മൾ ഒരിക്കലേ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ വയനാട്ടിൽ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഉണ്ണിച്ചൻ പറഞ്ഞിട്ട് നല്ല ചൂടാണെന്ന്. ഞാൻ പിന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഗൂഗിൾ പേ ഉണ്ട്, എല്ലാവരും കൈനീട്ടമൊക്കെ അയച്ചോളൂ എന്നൊക്കെയാണ് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും കണ്ട് ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞു. പിന്നെ അമ്മച്ചനും അമ്മമ്മയും സുഖമായിട്ടിരിക്കുന്നു. ഇടയ്ക്കൊക്കെ പലരുടെയും കമൻസ് കാണാറുണ്ട്. അമ്മമ്മയും അമ്മച്ചനും അവിടെ ഒറ്റയ്ക്കാണോ, അവരുടെ എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അവർ ഓക്കെ ആണ്. ഇനിയിപ്പോൾ എൻ്റെ ഡെലിവറിയൊക്കെ ആകുമ്പം അവരിങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഞാനും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അമ്മച്ചനോട് ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ ഉണ്ട്, ഗൂഗിൾ പേയിൽ അയച്ചോളൂ, ഒരു 1000 കുറയ്ക്കേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മച്ചൻ ഞാൻ 2000 തരാമെന്നാണ് വിചാരിച്ചു, ഞങ്ങൾക്ക് 1000 മതിയോ എന്നാണ് ചോദിച്ചിട്ടോ. തగ్గടിക്കുന്ന കാര്യത്തിൽ പിന്നെ അമ്മച്ചൻ ഒട്ടും പിറകിലല്ല. ഓക്കെ, അമ്മച്ചനാകെ ഒരു ക്ഷീണം പിടിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. കണ്ടപ്പം എന്താ മുഖത്തൊക്കെ കുറച്ച് നീര് വെച്ച പോലെയൊക്കെ ഉണ്ട്. ഇടയ്ക്കൊന്നും അമ്മച്ചന് വയ്യാണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്മച്ചനെയും അവൻ്റെ കാര്യമായിരിക്കും ഭയങ്കര ടെൻഷനാണ്. ബിക്കോസ് നമുക്ക് ഓടിയെത്താൻ ഒരു ദൂരം അല്ലല്ലോ. ഞാൻ എപ്പോഴും പറയാം അവിടെയൊക്കെ വിറ്റിട്ട് ഇങ്ങോട്ടേക്ക് ഇടയ്ക്കും വായോ, നമ്മളടുത്തേക്ക് വായോ, അല്ലെങ്കിൽ ഞങ്ങൾ വീടുണ്ടാക്കും ഞങ്ങൾ കൂടെ പോരും എന്നൊക്കെ പറയൂ കേട്ടോ. അങ്ങനെ അമ്മമ്മയുടെ അടുത്തും ഇതാ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോക്കെ സദ്യേൻ്റെ പരിപാടികളിലാണ്. കാരണം അവിടെയൊക്കെ അടുത്തുള്ള താത്തമാരും എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ വരും കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ സദ്യയൊക്കെ ഉണ്ടാക്കണം. അമ്മമ്മയുടെ സദ്യ വേറൊരു ടേസ്റ്റാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ ടേസ്റ്റല്ല, വേറൊരു ടേസ്റ്റും. അവിടെ കൂട്ടുകറിയിലൊക്കെ എന്താ പറയുക, സാധാ കടല ഉണ്ടാവില്ല, അതൊക്കെയാണ് യൂസ് ചെയ്യുക. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലപ്പരിപ്പ് വെച്ചിട്ടുള്ള ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെയാണ് ഇവിടേക്ക്. അവിടെ എരിവുള്ള കൂട്ടുകറി, ഇവിടെ മധുരമുള്ള കൂട്ടുകറി, അങ്ങനെയൊക്കെയാണ്. സോ സദ്യയിലൊക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്. ബട്ട് അമ്മമ്മയുടെ കുക്കിങ്ങിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അമ്മമ്മ നോൺ വെജ് എന്ത് വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടൻ നാട്ടിലില്ലാന്ന് വെച്ച് ഞങ്ങൾ ഷൂട്ടിനൊന്നും ഒരു കുറവും വരുത്തിയില്ല. എൻ്റെ ജെമിനി ചേച്ചി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പിക്സൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഇതെനിക്കൊരാൾ ചെയ്ത് തന്നതാണ്, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. തുമ്പമ്മയുടെ പിക്കൊക്കെ നോക്കിയാലേ കുട്ടി വലുതായ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവൂലേ. സാധാരണ നമ്മൾ വിഷു, ഓണം അങ്ങനെ എന്തുണ്ടെങ്കിലും ഫോട്ടോസോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ്. പക്ഷേ ഇത്തവണ അതിനൊന്നുള്ളൊരു അവസ്ഥയിലൂടെ അല്ലായിരുന്നു ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് ആഘോഷിച്ചു. അല്ലാതെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും പ്രശ്നം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത് എൻ്റെ ഹെൽത്ത് ഇങ്ങനെ, പിന്നെ അച്ഛമ്മ മരിച്ച ആ ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കൂടെ ആയതുകൊണ്ട് പിന്നെ അതിനൊന്നും മുതിർന്നില്ല എന്നുള്ളതാണ് സത്യം. ഗൈസ്, അങ്ങനെ പച്ചക്കറികളൊക്കെ ഒരുവിധം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ പണികൾ നടക്കുകയാണ്. അല്ലുവിനെ തുബിരി കുളിപ്പിച്ചൊന്ന് റെഡിയാക്കിക്കാളുടെ. ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരനും സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഒളിച്ചു നിൽക്കണ്ട, സുന്ദരിയായിട്ട് കാണിച്ചു കൊടുക്ക്. അങ്ങനെ ഉണ്ട് രണ്ടാള് സുന്ദരനും സുന്ദരി ആയില്ലേ അല്ലേ? ഇല്ലേ ചോദിക്കും മോളെ. ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു ഗൈസ്. അപ്പൊ ഞാൻ താഴേക്ക് പോട്ടെ കേട്ടോ. അവർ രണ്ടാളെ കുളിപ്പിച്ച് റെഡിയാക്കുമ്പോ തന്നെ അത്യാവശ്യം സമയമായിട്ട്. ഓക്കെ, പറഞ്ഞു കൊടുക്ക്. പടക്കൊക്കെ വാങ്ങിച്ചേ ഇന്നലെ പൊട്ടിച്ചില്ലേ? അല്ല, പടക്കം വാങ്ങിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പൊട്ടിക്കും അല്ലേ? പടക്കം വാങ്ങിച്ചീന്, ഭക്ഷണം കഴിച്ചിട്ട് നമ്മള് പൊട്ടിക്കും. ഈ എന്താ വള അങ്ങനെ നോക്ക്, നല്ല രസമുണ്ട്. ഇന്ന് കാണിച്ചെടുക്ക്, വള കാണിച്ചെടുക്ക്. ഈ മോള
മാച്ച് അമ്മ നാണു മാച്ച്. മാച്ച് മാച്ച്. സുന്ദരി ആയിരിക്കും. നിങ്ങൾ താഴെ പോവാ. ഓക്കെ ഗായ്സ്, ഓക്കെ നമുക്ക് ഹേസുവിന് കൈനീട്ടൊക്കെ കൊടുക്കാണ്ട് പോവാ. ഓക്കെ. ഓ മതി മതി, ഒക്കെ സെറ്റായിരിക്കുന്നു. കാണുവാൻ എന്തൊരു നാണാണ്, നോക്കിയാട്ടെ. ഓരെയൊക്കെ ഒരുക്കി താഴെ കൊണ്ടുവന്ന് അപ്പോഴത്തേക്കും ഇതാ അവിടെ കുറേ ആൾക്കാർ കൈനീട്ടം വാങ്ങലും കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ചച്ചൻ്റെ വക ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള കൈനീട്ടമാണ്. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇളയമ എങ്ങനെ എൻ്റെ ക്യാമറയിൽ പെടാതെ ഇങ്ങനെ നടന്നതെന്ന്. ഇളയമേനെ ഞാൻ വളരെ ചുരുക്കം ക്ലിപ്സിൽ മാത്രമേ ഇതിൽ കാണാനുള്ളൂ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇളയമ ഒന്നാമത് ക്യാമറ കാണുമ്പോൾ ഓടി നടക്കും, ഒളിച്ചൊളിച്ചൊളിച്ച് നടക്കും. പിന്നെ ഇത്തവണത്തെ വിഷു ഒരിച്ചിരി നേരമൊക്കെ ഞാൻ ഓണായിട്ട് ഇരുന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ സൈഡായി പോയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് വഴിയെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങളിതാ കൈനീട്ടം കൊടുക്കലും വാങ്ങലും തന്നെയായിരുന്നു രാവിലത്തെ മെയിൻ പരിപാടി. കാല് തപ്പുകയാണോളൂ, വയറുള്ളതുകൊണ്ട് കാല് കാണാത്തതുകൊണ്ട് കേട്ടോ. മറ്റവനെ വിളിക്കാൻ ഞാൻ കട്ടേനെ, വാടാ വാടാ കാല് പിടിക്കാൻ വാടാന്ന്. പക്ഷെ അവൻ വരുന്നില്ല ഗൈസ്. തുമ്പമ്മ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടല്ലോ കാല് തൊടാൻ ഭയങ്കര മടിയേനു മുപ്പത്തി, എന്ത് വന്നാലും ഞാൻ കാല് പിടിക്കൂലെന്ന്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ, ഇപ്രാവശ്യം ഭയങ്കര ഉഷാറേനു. അങ്ങനെ ഏട്ടനും അനിയത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്രാവശ്യം തുമ്പിക്കും ഹേസുവിനും ഞങ്ങൾ ട്വിന്നിങ് ഡ്രസ്സാണ് കേട്ടോ. ഹേസുമ്മ റെഡിയായി വന്നിട്ടില്ല, വന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് അവർ രണ്ടുപേരും കിട്ടിയപ്പോൾ ഞാൻ പുറത്തുനിന്നൊരു വീഡിയോ ഒക്കെ എടുത്തു. ആ സമയമൊക്കെ ഞാൻ കുറച്ചൊരു ഓണായി നിൽക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഈ മരുന്ന്, അതായത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മരുന്ന് അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ്. അച്ഛനും അച്ഛമ്മയും ഒക്കെ എനിക്ക് പൈസ തരുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ അമ്മ സ്വന്താക്കുക. എന്നിട്ടില്ലേ, എന്നിട്ട് വേറെ ആൾക്കാരും തരുന്നേ അമ്മ സ്വന്താക്കുക. മോനെ ആകെ വിഷുവിനാണ് മക്കളെ കൊണ്ട് അമ്മമാർക്കൊരു വരുമാനം ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ എടുക്കണ്ടേ? ആ കണ്ടോ കണ്ടോ, എന്റെ അമ്മയ്ക്ക് കൊടുക്കണമെന്ന് സ്നേഹമേ മോൾ. കൊടുത്തില്ലെങ്കിൽ പിന്നെ അമ്മ ഒന്നും വാങ്ങി തരില്ല. കിൻഡർ ജോയ് എന്ന് പറയുമ്പോ വാങ്ങി തരല്ലേ അല്ലേ മോളെ? അതൊക്കെ വാങ്ങി തരുന്ന എവിടുന്നാ ചോദിച്ചോക്ക് മോളെ, എവിടുന്നാ? അങ്ങനെ പൈസ കിട്ടിയാലല്ലേ. തന്നോളൂ, ഓള് തരുന്ന നോക്കേ. തുമ്പിമോളെ ഏട്ടന്റെ ഭാഗം കൂടി അങ്ങനെ അവരുത്, ഞാൻ തരൂല മോളെ. താ മോളെ അങ്ങനെ പോ. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോണ്ട് വൈശാട്ടൻ കറക്റ്റ് വിളിക്കുന്നുണ്ട്. വൈശാട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അല്ലുവിൻ്റെ പുതിയ ഡ്രസ്സ്, തുമ്പീൻ്റെ പുതിയ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുക. ഞാൻ തവണ വിഷുക്കോടി നിർത്തിയില്ല, ഒന്നാമതേക്ക് വിഷു ഇല്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പ്രൊമോഷനും അതും ഇതൊക്കെ ആയിട്ട് അത്യാവശ്യം ഡ്രസ്സ് ഉണ്ടല്ലോ. പിന്നെ വാങ്ങിച്ചാൽ ദൈവം കാണും ഇതൊക്കെ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അങ്ങനെ ഇതാ വൈശാട്ടനോട് കുറച്ച് നേരം കൊടുത്താണ്. വൈശാട്ടൻ എന്തൊക്കെയോ പറയട്ടെ, എൻ്റെ മുടി ഒക്കെ കൂടെ അലമ്പാണല്ലോ, ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയൊക്കെ സെൽഫായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കും, മോനെ എനിക്ക് വയ്യ, പ്രസവം എടുക്കാറായൊരു ഫീലുണ്ട് എനിക്ക്, വേഗം വരണേ വേഗം വരണേ എന്ന് ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പറഞ്ഞ് അവസാനം ഈ പ്രസവത്തിനും ഏട്ടനെ കാണൂലേ എന്നൊരു ടെൻഷനാണ് എനിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, ഇത്തവണ എന്നെ ചതിച്ചാൽ ചതിക്കുന്ന കഥ വേറെ ആയിരിക്കുമെന്ന്. അങ്ങനെ ഇടയ്ക്കൊരു ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട് ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് അല്ലൂട്ടൻ വന്നിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. മൂപ്പർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇങ്ങനെ പ്രിൻ്റുള്ളതൊക്കെയാണ് അല്ലൂട്ടന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഏട്ടന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഏട്ടനോട് ഇങ്ങനെ കുറേ കത്തിയടിക്കുക. ഏട്ടനാണെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം എല്ലാവരും ഉണ്ടാകുമ്പോൾ ഏട്ടൻ മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കി, കട്ട എല്ലാവരും ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേക്ക് കട്ടയ്ക്ക് പോകാനാവുമോ എന്നുള്ളതാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വരാറിന് കുറച്ച് ടാസ്ക് ഉള്ളത്. ആ ഹേസു ഡ്രസ്സ് ഇട്ട് വന്നതുണ്ടോ, തുമ്പമ്മയ്ക്ക് ബ്ലൂവും ഹേസുവിന് മെറൂണും ആയിരുന്നു കേട്ടോ, ഞാൻ വാങ്ങിച്ചു കൊടുത്താണേ. അപ്പം കട്ടയും വന്നിട്ടുണ്ട്. കട്ടേൻ്റെ കുളിയൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ കല്യാണി ഗൂഗിൾ പേയിൽ അയച്ചാൽ മതി പൈസ എന്നൊക്കെ പറയാൻ ഏട്ടനോട്. ഗൂഗിൾ പേ അയച്ചാൽ മതി കൈ നീട്ടുന്നത്. അതിനല്ലേടാ മുത്തേ ഞാൻ അവിടെ ദൃശ്യേന വെച്ചത് എന്നാണ് വൈശാട്ടിൻ്റെ റിപ്ലൈ. ഓക്കെ കണ്ടോ, ഞാനതിനാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഏട്ടനോട് കത്തിയടിച്ച് ചായ കൂടിയൊക്കെ അതിൻ്റെ കൂട്ടത്ത് അങ്ങോട്ട് കഴിഞ്ഞ്, പിന്നെ ആ മരുന്ന് അങ്ങോട്ട് കഴിച്ചാലാണ് എൻ്റെ ഉമ്മക്ക് സുഖിട ഭൂമിയൊക്കെ അങ്ങനെ കറങ്ങുന്നുണ്ടോയെന്നും നമ്മളതിൻ്റെ ഉള്ളിലാണോയെന്നും ഒക്കെ ഉള്ളൊരു ബോധ്യം എനിക്ക് വരുന്നത്. കാരണം അജാതി കറക്കാണ് ഞാൻ കറങ്ങിയത്. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് ഉറക്കം കറക്റ്റായിട്ടില്ല. രാത്രി നേരത്തെ ഉറങ്ങാൻ പറ്റുന്നില്ലാതെ രാവിലെ നേരത്തെ എണീക്കേണ്ടി വന്നില്ലേ. അതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും ശരിയാവത്തോണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നല്ലോണം ഞാൻ സൈഡായി പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ ഞാൻ ആടെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വേഗം പോയി കട്ടിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു കേട്ടോ. ഹേസുവിന് നല്ല വളയൊക്കെ ഇട്ടുകൊടുത്ത് കല്യാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓളെ വളയൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓളടുത്ത് ഇങ്ങനെ യാചിച്ചുകൊണ്ട് നിൽക്കുന്നത്. കൈയൊക്കെ കിട്ടാൻ കുറച്ച് ഡിമാൻഡാണ് എൻ്റെ കുട്ടിക്ക് കേട്ടോ. കൈ ഇപ്പോഴിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡിമാൻഡായിരിക്കും. അല്ലാത്ത പോൾ കളിക്കാനൊക്കെ വരും. അങ്ങനെ കുറച്ച് നേരത്തേക്ക് കൈയൊക്കെ തന്ന് എനിക്ക് ഈ കുട്ടികളെ കൈയിൻ്റെ ഈ സോഫ്റ്റ്നെസ്സും ആ ഒരു ചബ്ബിനെസ്സൊക്കെ ഉണ്ടല്ലോ, അത് പോകുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. ഇപ്പോൾ തുമ്പമ്മേൻ്റെ ആണെങ്കിലും കൈ പിടിക്കുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടല്ലോ ഇതൊക്കെ മാറുമല്ലോ എന്ന് വിചാരിക്കും. ശരിക്കും ഈ ഒരു കുട്ടി ടൈം ഉണ്ടല്ലോ അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണം. അതങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ലാതെ അതങ്ങ് മിസ് ചെയ്യും അല്ലേ നമ്മളെ കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോൾ. തുമ്പമ്മ അനിയത്തിനെ കളിപ്പിക്കുക എങ്ങനെയാണ് കേട്ടോ, ഓളെ കുറച്ച് വെറുപ്പിച്ചിട്ടൊക്കെ കളിപ്പിക്കുള്ളൂ. അല്ലോട്ടൻ അങ്ങനെയല്ല, ഓളെ കംഫർട്ട് സോണിൽ ഇരുത്തിയിട്ടേ കളിപ്പിക്കുള്ളൂ. പിന്നെ എന്താ പറയുക, ആദ്യം ഒരു കോംബോ അല്ലും ഹേസു ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ചേച്ചി അനിയത്തി ഒരു കമ്പനിയായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹേസുവിന് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ബോറടിക്കും. ഒക്കെ ഇങ്ങനെ ഹൈ ചെയറിൽ കുറേ നേരം ഇരിക്കുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ നമ്മളങ്ങനെ ഇരുത്തുകയെന്നേ ഉള്ളൂ. പകൽ വിളക്കം കത്തിച്ച് വെച്ചിട്ട് പൂത്തിരി കത്തിക്കുന്ന 2 പൊട്ടന്മാരാണ് നമ്മുടെ ഇത്. ഓക്കെ, ഞാൻ ചോദിക്കും എന്തിനാടാ ഈ വെളിച്ചത്ത് കത്തിക്കുന്നതെന്ന്. അവർക്കൊരു സന്തോഷം. തുമ്പിക്ക് പടക്കം എന്നാണ് പേടിയേനു. ഇപ്പോൾ അതോൾ എൻജോയ് ചെയ്യാണ് ഗൈസ്, ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. ഇവരോട് ഇത് നിർത്താൻ പറഞ്ഞിട്ടാണ് 2 നിർത്തുന്നുമില്ല. എനിക്കാണ് 8 പോകാനും പറ്റുന്നില്ല. എനിക്ക് അപ്പോഴേക്കൊക്കെ എൻ്റെ റിലേ ഏകദേശം പോയി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാന്ന് നിർബന്ധിച്ചിട്ടാണ് ആത്ത് കയറ്റുന്നത്. അടുപ്പത്താണ് എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉഷമ്മേൻ്റെ സാമ്പാറും ഒക്കെ ആവുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം എല്ലാ വിഭവങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ പൈനാപ്പിൾ കിച്ചടിയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ലോണം സൈഡായി. പിന്നെ എനിക്ക് തീരെ നിൽക്കാൻ പറ്റാണ്ടായി. എന്തൊക്കെയോ ആയിപ്പോയി. ഷുഗർ കുറഞ്ഞ് ഫുള്ള് വിയർത്ത് കട്ടിലിൽ പോയി കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് കല്യാണി വരുന്നു. ഹേസുവിനെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓക്ക് കൈനീട്ടം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ കുത്തിപ്പിടിച്ച് എണീറ്റ് വന്ന് അങ്ങനെ ഹേസുമ്മയ്ക്ക് നമ്മളുടെ കൈനീട്ടം ഹേസു ഏട്ടൻ്റെ അനുഗ്രഹം ഏട്ടൻ അനുഗ്രഹം കൊടുക്കുന്നത് കണ്ടോ കേട്ടോ. ഇവിടെ തലയെ കൈവച്ച് ഏട്ടൻ ഭയങ്കര അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട്. തുമ്പിക്ക് പിന്നെ അതൊന്നും വലിയൊരു ധാരണ അല്ല. എന്നാലും തുമ്പി ചേച്ചീൻ്റെ വകയും നമ്മൾ കൈനീട്ടമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഹേസു എല്ലാം വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ഈ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറൊന്നുമല്ല, ഷുഗർ നന്നായിട്ട് ലോ ആവുന്നൊരു ഫീല് വരും. മേലാസകലം ഭയങ്കരമായിട്ട് വേർക്കും. പിന്നെ എനിക്ക് നിൽക്കാനൊന്നും പറ്റാണ്ടാവും. പിന്നെ എനിക്ക് തുമ്പീൻ്റെ പ്രഗ്നൻസിയിലാണെങ്കിലും അല്ലുവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും ഇല്ലാത്ത കുറച്ച് ഡിഫിക്കൽട്ടീസ് ഇപ്പം ഉണ്ട്. ലൈക്ക് ഇപ്പോൾ തുമ്പീൻ്റെ സിസേറിയൻ ആയിരുന്നല്ലോ. അപ്പം അതുകൊണ്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. സിസേറിയൻ വൂണ്ടിന് അവിടെ ഭയങ്കര പെയിനും പിന്നെ വയറ് നന്നായിട്ട് പെട്ടെന്ന് ഇടിഞ്ഞ് ഒരു താഴ്ച വന്ന പോലത്തെ ഒരു ഫീലും ഒക്കെ കൂടെ ആയതുകൊണ്ട് ശരിക്കും നടക്കാനൊക്കെ അത്യാവശ്യം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കുത്തി പൊങ്ങി എണീക്കാൻ ശ്രമിക്കും. അത്രയും വയ്യാണ്ടായാൽ മാത്രമേ ഞാൻ കിടക്കാറുള്ളൂ. പക്ഷേ ഇത്തവണ വിഷുവിൻ്റെ സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സൈഡായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൂമിലൊന്നും ഞാൻ പോയി കിടന്നില്ല. കാരണം എന്തേലും വയ്യാണ്ടായവരാരും അറിയാണ്ടായി പോയില്ലേ. അതുകൊണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെ റൂമിലാണ് കേട്ടോ എൻ്റെ കിടത്തൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ കൈനീട്ടത്തിൻ്റെ പരിപാടി ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെയോ ഈ സ്ക്രീനിൽ പെടാത്തതുണ്ട് കേട്ടോ. കട്ട കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു. ഒന്നും ഇതിലെടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ചെറിയച്ഛനും ചെറിയമ്മയും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചെറിയച്ഛൻ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടില്ല, അതുകൊണ്ട് അങ്ങനെ കൂളായിട്ടിരിക്കുന്നത്. അപ്പോൾ അതാ ചെറിയമ്മയും വന്നു. സാധാരണ അവർ ചേച്ചിമാരുടെ അടുത്തേ പോകാറുണ്ട്. പക്ഷെ ഇത്തവണ വീട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ചേച്ചിമാരുടെ അടുത്തേക്ക് പോയില്ല, ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. വിഷുവായിട്ടൊത്തിരി നന്നായി ഒന്ന് തിളങ്ങിയണല്ലോ. ഗ്ലാമർ കൂടിയിരിക്കുന്നു. ഇരുന്നോളി, ഇന്നത്തേക്കുള്ളതായിന്ന്. ചെറുതായിട്ട് റിലേ പോകുന്നുണ്ട്, നൈസായിട്ട് പണി കിട്ടുന്നുണ്ടെന്ന് ഡൗട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് നേരം കൊലായിൽ വന്നിരുന്ന് നോക്കി. കാറ്റൊക്കെ കൊണ്ടിരുന്നാൽ കുറച്ച് നേരം ഒന്ന് ഇരുന്നാൽ ശരിയാവുമായിരിക്കും വെച്ചിട്ട്. പക്ഷേ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇരിക്കുമ്പോൾ തോന്നും എണീറ്റ് നടക്കാനൊക്കെ, നടക്കുമ്പോൾ തോന്നും ഇരിക്കാൻ. അങ്ങനെ പ്രത്യേക തരം ഒരു ജീവിതമാണ് കുഞ്ഞുങ്ങളെ ഇപ്പം ഞാൻ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയച്ഛനോടൊക്കെ അവിടെ വർത്താൻ പറഞ്ഞിരിക്കുകയാണ്. അമ്മേൻ്റെ ഇവിടുത്തെ പരിപാടി എന്താ വെച്ചാൽ അമ്മേൻ്റെ തുളസീൻ്റെ മൂട്ടിൽ വെച്ചിട്ടാണ് മോനും അച്ഛനും പേരക്കുട്ടികളും ഒക്കെ പടക്കം പൊട്ടിക്കണം. അപ്പോൾ തുളസി ഇവിടെ നാടേക്ക് എടുത്തേക്കും, അപ്പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് എടുത്തേക്കും. ഇതൊക്കെയാണ് പരിപാടി. ചില സമയം ഞാൻ ഈ നാട്ടിലൊന്നും അല്ല എന്നുള്ള മട്ടിൽ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നുണ്ടാവും കേട്ടോ. അത് എൻ്റെ സ്വഭാവമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം ഞാൻ കത്തിയിരിക്കുന്ന കല്യാണീൻ്റെ അച്ഛനോടാട്ടോ. രാജീവ് അച്ഛൻ വിളിച്ചതാണ്. അപ്പോൾ അച്ഛനോട് പറയാണ് ഗൂഗിൾ പേയിൽ അയച്ചോണ്ടു കൈനീട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് കൈ നീട്ടി തരേണ്ടതാണ്, നേരിട്ട് കാണണം എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. ഞാൻ കൈ നീട്ടി ഗൂഗിൾ പേ വഴി ഇങ്ങോട്ട് അയച്ചോളൂ എന്നൊക്കെ പറയണേ. ഇന്ന് ആക്ച്വലി ഞാൻ ഒരുപാട് ആലോചിച്ച് കൂട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ പ്രീവിയസ് ഇയേഴ്സിലെ വിഷു ആണെങ്കിലും അപ്പം അച്ഛനെയും അമ്മേനെയും അപ്പൂനെയും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്നുവെച്ചാൽ ഒന്നുകിൽ ചെറിയ വിഷുവിന് ഒരു ഇങ്ങോട്ടേക്ക് വരും, മക്കൾക്ക് കോടിയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും. പിന്നെ വിഷുവിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവും. അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വിഷു ആണല്ലോ ഇത്തവണ.
അപ്പം അതിൻ്റെ ഒരു സങ്കടം എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷേ ഞാനായതുകൊണ്ട് എന്തല്ലേ നമ്മളിതൊക്കെ അങ്ങ് ഡീൽ ചെയ്യും, അല്ലാതെ പിന്നെന്താ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കേട്ടോ, അങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. പക്ഷേ അപ്പോഴത്തേക്കൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഏറെക്കുറെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ പോവുകയാണ്, ഞാൻ നന്നായി സൈഡാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോയി കിടന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ആരൊക്കെയോ എൻ്റെ അടുത്ത് വരികയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു അത്രേ. പക്ഷേ എനിക്കൊന്നും ഓർമ്മയില്ല. അശ്വിനീൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അത്രേ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല, അത്രയും സൈഡായി പോയിണ്ടായിരുന്നു. അപ്പോൾ മക്കൾ ഇതാ കുറച്ച് നേരം ചെറിയച്ഛൻ്റെ ഓട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കളിയാണ്. ഒരാടെ കളിക്കുകയാണെങ്കിലും ചെറിയച്ഛനോട് അയ്യോ എന്താ അവിടെ ആക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു കിടത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പാണിത്. അപ്പം ഇവിടെ ഇതാ കാര്യമായിട്ടുള്ള കളിയിലാണ് കല്ലൂട്ടനൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. എൻ്റെ കൂടെ തുമ്പമ്മ കുറച്ച് നേരം വന്നിട്ട് കിടന്നു. അങ്ങനെ തുമ്പി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഉറങ്ങിയെന്നൊന്ന് പറഞ്ഞാൽ പോരാ, എന്നെ ബോധം കെട്ട് പോകാമെന്നറിയില്ല, അതുപോലെയായിരുന്നു. ഇടയ്ക്ക് നന്നായി ഷുഗർ കുറഞ്ഞ് കുറച്ച് പഞ്ചസാരയൊക്കെ വായിലേക്ക് വാരി ഇട്ടിട്ടൊക്കെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഹെയ്സുവിൻ്റെ ഫുഡ് കൊടുക്കലുള്ള പരിപാടികളാണ്. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ കാറിൽ പാട്ടൊക്കെ വെച്ച് പിന്നെ ഡാഡി ചെറുതായിട്ടൊക്കെ സ്റ്റെപ്പ് ഇടാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ ഒന്നൊന്നര ഡാൻസ് ആയിരുന്നു കേട്ടോ അവിടെ. ഡാഡി ഏത് ബ്രാൻഡാണ് അടിച്ചതെന്നൊന്നും ഇനി ആരും ചോദിക്കാൻ നിൽക്കണ്ട. മക്കളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡാഡി ഏതറ്റം വരെയും പോകുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഹെയ്സൂനെയും തുമ്പീനെയും ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയും കാണല്ലോ. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ച് നടന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ അങ്ങോട്ട് ഒതുക്കി കേട്ടോ. അപ്പോൾ പാട്ട് വെച്ച് ഞങ്ങളെല്ലാവരും അങ്ങ് കളിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഒരു ഇളക്കമുണ്ടായിരുന്നു. മമ്മീനെ മാത്രം അങ്ങോട്ട് കിട്ടിയില്ല. മമ്മിയും ഇളയമ്മയും പിന്നെ ചെറിയമ്മയൊക്കെ കൂടെ അടുക്കളയിൽ കാര്യമായിട്ടുള്ള എന്തോ പണിയിലാണ്. അപ്പം ഞങ്ങളിവിടെ നിന്ന് വെറുതെ അങ്ങനെ കളിച്ചതാണ്. ഒരുത്തി ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏത് കഥകളിയോ ഭരതനാട്യമോ മോഹിനിയാട്ടോ എന്ത് വേണേലും കളിക്കുന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ. കട്ടയുടെ മിയാസ്മരികത നിറയുന്ന സ്റ്റെപ്പുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുമ്പമ്മ പുതിയ സ്റ്റെപ്പുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. കണ്ടോ കുട്ടി പാട്ട് കേട്ടിട്ട് അതിൻ്റെ ഇതിലങ്ങോട്ട് തുള്ളുകയാണ്. ഇവളുടെ ഉടുപ്പ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ കമൻറ്റിൽ. ഇവിടെ കെട്ടാങ്ങളുള്ളൊരു ഷോപ്പിൽ നിന്ന് കേട്ടോ വാങ്ങിച്ചത്. അവിടെ എനിക്ക് ഫ്രോക്കിന് നല്ല കളക്ഷൻ തോന്നിയിട്ടുണ്ട് കേട്ടോ. തുമ്പമ്മയ്ക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നു. ആ 2 ഫ്രോക്കും പിന്നെ ഇതും എടുത്ത് 3 ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തുമ്പിയും ചെറിയമ്മയും കൂടെയുള്ള ഡാൻസൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ട്. ഈ ഒരു സമയമായപ്പോഴത്തേക്കും അത്യാവശ്യം കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് നല്ലൊരു മയക്കവും കൂടെ കഴിഞ്ഞ് എണീറ്റുകൊണ്ട് അതൊന്ന് നല്ലോണം വിശക്കുണ്ട്. പിന്നെ ഷുഗർ ലോ ആയിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ വേർത്ത് തണുത്ത് ഉറഞ്ഞു കുത്തിരിക്കുകയായിരുന്നു. അപ്പം അതൊന്ന് സെറ്റ് ആവണമെങ്കിൽ ഇനി ഫുഡ് കഴിക്കണം. തുമ്പിക്കാണെങ്കിൽ എന്തോ ഉറുമ്പ് കടിച്ച കളിയാണ് എൻ്റെ കുട്ടി കളിക്കണം കേട്ടോ. എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. കളിച്ചോട്ടെ, കുട്ടിയല്ലേ, കളിച്ചോട്ടെ. തലേന്ന് രാത്രിയിൽ ഉറക്കമില്ലായ്മ എന്നെ നന്നായി അതാണ് കിട്ടിയെന്ന് തോന്നിട്ട്. ആ ഉറങ്ങി ഇങ്ങോട്ട് എണീറ്റപ്പോൾ പിന്നെ ഒന്നൊന്ന് ഉഷാറായത്. അങ്ങനെ ഇനി ഇവരെ ഈ കളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോയിട്ട് ഞാൻ തിന്നാൻ വേണ്ടിയിട്ട്. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇന്നത്തെ സദ്യേൻ്റെ ക്രെഡിറ്റ് ഫുള്ള് അമ്മയ്ക്കും കല്യാണിക്കും ചെറിയമ്മയ്ക്കും ഇളയമ്മയ്ക്കും ഒക്കെയാണ് കേട്ടോ. ഞാൻ അധികം കുറച്ച് പച്ചക്കറി എരിഞ്ഞു കൊടുത്തു, അല്ലാതെ ഞാൻ അങ്ങോട്ടേക്കൊന്നും അധികം പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ നമ്മൾ എല്ലാം പാത്രത്തിലാക്കി എല്ലാം സെറ്റാക്കാണ് കേട്ടോ. വറുത്തപ്പേരിയും ശർക്കരപ്പേരിയും ഒക്കെ ആക്കുന്നുണ്ട്. അടുക്കളയിലായ സാധനങ്ങളൊക്കെ പാത്രത്തിലാക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മുടെ സദ്യ വിളമ്പാനുള്ള പണിയിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് അശ്വിനി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ എന്നോട് വന്ന് വർത്താനെന്ന് പറയാതെ പോയി വെച്ചപ്പോൾ അറിയാം ഞാൻ അവിടെ വന്നപ്പോൾ ബോധമില്ലാതെ കിടക്കുന്നത് നിങ്ങളെ കണ്ടാൽ പിന്നെ എങ്ങനെയാണ്. പിന്നെ അശ്വിനീൻ്റെ ഫ്രണ്ടാണിത് അല്ലീനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓളെ വയ്യാൽ തന്നെ നടക്കുകയാണ് കേട്ടോ. അതോ എപ്പോഴും ഇഷ്ടമാണ് ഓന് അല്ലിയാണെങ്കിൽ കുട്ടികളോട് കളിക്കാനും അങ്ങനെ നിൽക്കുമല്ലോ. അങ്ങനെ ഹെയ്സ് കാര്യമായിട്ട് വേഗം അല്ലീൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ വേഗത എല്ലാം വിളമ്പാണ് കേട്ടോ. എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു ഏറെക്കുറെ കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. എല്ലാവരും പാടിരിക്കാനിരുന്നിട്ടില്ല, കാരണം നമുക്ക് അത്ര സ്ഥലം ഇല്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഗർഭിണി ആയതുകൊണ്ട് എനിക്ക് പ്രയോറിറ്റീസ് ഉണ്ടായിരുന്നു ഗൈസ്. ഓൾറെഡി ഷുഗറൊക്കെ ലോ ആയി കുത്തിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. എന്നിട്ടാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കായിരുന്നത്. ഞാൻ ഇപ്പോൾ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാറാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇതാ പോയി വേഗം ഫുഡ് കഴിക്കട്ടെ. തല കറങ്ങുന്നു. പിന്നെ കൊതിയുണ്ടാവുമല്ലോ മനസ്സിൽ. അയ്യോ. പിന്നെ നമ്മൾ വിളമ്പിന സമയത്താണ് ഞാൻ ഇളയമേനെ ഒന്ന് മര്യാദയ്ക്ക് കാണുന്നത് കേട്ടോ. ആ സൈഡിൽ കൂടെ ഒന്ന് വന്ന് മിന്നായം പോലെ പോയത്. അതും എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കാണുന്നത്. ഞാൻ നോക്കുക ഇളയമത് എവിടെ പോയി. ഞാൻ ഇടയ്ക്ക് എന്താ കൈ കൊണ്ട് വാങ്ങി തിന്ന് കടുക്ക. കഴിഞ്ഞ ദിവസം കട്ട വരുന്ന സമയത്ത് കടുക്ക വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കടുക്ക എൻ്റെ ഫേവറേറ്റാണ് ഗൈസ്. ഞണ്ട്, കടുക്ക, ചെമ്മീൻ ഇതൊക്കെ എൻ്റെ എന്താ പറയുക വീക്ക്നെസ്സാണ്. എൻ്റെയും എൻ്റെ ഡാഡിയുടെയും ഒക്കെ. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് അച്ഛനെ വിളിച്ചതാ പറയുക, അച്ഛാ കടുക്കയാണെന്നെങ്കിലും ഒപ്പിക്കണേ, ചെമ്മീൻ വാങ്ങിക്കണേ എന്നൊക്കെ ആദ്യമേ വിളിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ പോവുക. കാരണം എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ്, എനിക്ക് അച്ഛന് ഇഷ്ടമുള്ള സാധനമൊക്കെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ എപ്പോഴും തിന്നുമ്പോൾ ഭയങ്കര കച്ചറയാണ് കേട്ടോ ഞാൻ എൻ്റെ അച്ഛനും. വറുത്തായിക്കുണ്ട്, കാബേജ് തോരൻ, പൈനാപ്പിൾ കിച്ചടി, ശർക്കര പേരി, പുളിഞ്ചി, സ്പെഷ്യലായിട്ട് കല്ലുമ്മക്കായി വറുത്തത്,
പച്ചടി, കൂട്ടുകറി, അവിയല്, ഞങ്ങൾ എല്ലാരും ഉണ്ട്. എല്ലാം മുന്നിലൊന്ന് വെച്ചമാണെന്ന് ചെറിയ അഭിപ്രായം. ഇപ്പോൾ നിങ്ങൾ കേട്ട ശബ്ദത്തിൻ്റെ ഉടമ അശ്വിനിയാണ് കേട്ടോ. അശ്വിനി സ്വന്തമായിട്ടൊന്ന് വ്ളോഗ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മളെ ഹേസുമ വന്നിട്ടുണ്ട്. ഹേസു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാമം ജപിക്കുമ്പോൾ അമ്മ 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 എന്ന് വിളിക്കൂ കേട്ടോ. അപ്പോൾ കാണിച്ചതാണ് കുട്ടികളെ, നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. ചെറിയച്ഛന് വിശന്നിട്ടാന്ന് തോന്നുന്നു ചെറിയച്ഛൻ ആദ്യമേ കയറി ഇരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ഭാര്യ അടുത്തിരിക്കണം നിർബന്ധമുണ്ടോ എന്നൊക്കെ ചെറിയച്ഛനെ ചോദിച്ചിട്ടുണ്ട്. ചെറിയച്ഛൻ കുഴപ്പമില്ല മോളെ മോളിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും അവിടെ ഇരുന്നു. തുമ്പിക്ക് പിന്നെ ഒറ്റയ്ക്ക് കഴിക്കണം, നമുക്ക് ആരും ആരി കൊടുക്കണ്ട എന്നൊക്കെ വന്ന് പറയുന്നതാണ് ആ കാണുന്നത് കേട്ടോ. അപ്പോൾ ഓളെ ആടെ ഇലയിട്ടിട്ട് ഇരുത്തി പിന്നെ അല്ലൂസം ആടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അശ്വിനി അല്ലിയും ചെറിയച്ഛനും ഞാനും അച്ചച്ചനും മക്കളും ആദ്യം ഇരുന്നു കേട്ടോ. അതായത് വയസ്സായവരും അതിഥികളും പിന്നെ ഗർഭിണിയും കുട്ടിയും ഒക്കെ ആദ്യം ഇരുന്നു എന്നർത്ഥം. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കല്യാണിക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അധികം ലേറ്റ് ആക്കാൻ പറ്റില്ല. അങ്ങനെ ഇതാ നമ്മുടെ മൊത്ത സദ്യ ഇതായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് ഇനി ഞാൻ പോയി നന്നായി ഞം 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 തിന്നിട്ട് കേട്ടോ. ചെറിയച്ഛൻ കാര്യമായിട്ട് ആരും ഇടവും വലവും ശ്രദ്ധിക്കാതിരുന്ന് കഴിക്കുകയാണ്. ഞാനും അതെ. എനിക്ക് എല്ലാം ഞാൻ ഇന്നാണ് ആക്ച്വലി പൈനാപ്പിൾ കിച്ചടി കഴിക്കുന്നത്. അല്ല അങ്ങനെ വെച്ചാൽ പ്രഗ്നൻസിയിൽ ഈ പൈനാപ്പിൾ പപ്പായൊന്നും കഴിക്കരുത് എന്ന് പറയുന്നത് ഒരു മിത്താണ് എന്ന് ഞാൻ പറയുന്നില്ല. വെച്ചാൽ കഴിക്കാൻ പാടില്ലാത്ത സമയമുണ്ട്. പക്ഷേ ഞാൻ ഹോൾ പ്രഗ്നൻസിയിൽ കഴിക്കാതിരിക്കാറുണ്ട്. കാരണം എനിക്ക് കുറച്ച് ടെൻഷൻ കൂടുതലുള്ള ആളാണ് ഞാൻ ഗൈസ്. അതുകൊണ്ട് വെറുതെ ടെൻഷൻ വിളിച്ച് വരുത്തണ്ടല്ലോ, പക്ഷേ ഞാൻ കഴിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ട്രൈമസ്റ്ററിൽ ശ്രദ്ധിച്ചാൽ മതി എന്നാലും ഞാൻ ശ്രദ്ധിക്കണമല്ലോ അതുകൊണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ തുമ്പി ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കല്യാണിയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അടുത്ത സെക്ഷൻ ഇരുന്നിട്ടുണ്ട്. കട്ടയും കല്യാണിയും അച്ഛനും ഇളയമ്മയും ചെറിയമ്മയും അമ്മയും എല്ലാവരും പാടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓര് കഴിക്കുകയാണ് കണ്ടോ, കൈയിട്ട് വരുന്നത് കണ്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ കഴിക്കണം കേട്ടോ, തിരിച്ചു വരും എന്നുള്ളതും നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ, അച്ഛൻ്റെ ഒരിന്ന് പിന്നെ ഞാൻ ചോദിച്ചു വാങ്ങി, കട്ട തന്നില്ല ജന്തു, നല്ലിരുന്നോ എൻ്റെ കാല് പിടിച്ചില്ല, ഒന്നും ചെയ്തില്ല. കൊണ്ടോ ഈറ്റാ സാധനക്കേക്ക് തന്നെ കിടക്കാണ്ടോ കല്ലുമ്മക്ക എനിക്കെൻ്റെ ഫേവറേറ്റ്, അതുകൊണ്ട് അച്ഛൻ്റെ തന്നു. അങ്ങനെ അവർ കഴിക്കട്ടെ, നമ്മൾ നോക്കി നിൽക്കാം. ഓക്കെ, പറയണേട്ട തോന്നി ഞാൻ തിന്നാതിരിക്കാന്നില്ലേ, ഞാൻ തിന്നതാണ്. എന്തായാലും നോക്കിയിരിക്കാമല്ലോ. എന്താ നോക്കിയിരിക്കുന്നതിന്. ഫസ്റ്റ് ട്രിപ്പിലിരുന്ന വ്യക്തികൾ രണ്ടാമത്തെ ട്രിപ്പിലുള്ളവർക്ക് വാരി കൊടുക്കുക എന്നൊരു കാര്യമുണ്ട്. എല്ലാവരുടെ കയ്യിലും ഓരോ കുട്ടിയും, എൻ്റെ കയ്യിലൊരു ക്യാമറ ഉണ്ടായിരുന്നു. അശ്വിനിയാണ് വിളമ്പി കൊടുക്കാൻ മുന്നിട്ട് നിന്നത്. പിന്നെ ഞാനിതാ പോയി അപ്പൂനെ വിളിച്ചു, നമ്മളെ ചെറുതിനെ കണ്ടു. ചെറുത് തൊട്ടിൽ കിടന്ന് നല്ല ഉറക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി ഗൈസ്. അങ്ങനെ അപ്പൂൻ്റെ അടുത്ത് കഥ പറഞ്ഞ്, എനിക്ക് ഗൂഗിൾ പേയിൽ പൈസ അയച്ചിട്ടുണ്ട് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടോ. ഇപ്പം ഞങ്ങൾ കൈനീട്ടം ഗൂഗിൾ പേ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു. അത് പറഞ്ഞ് ചിരിക്കുകയാണ്. ഞാൻ കുറച്ച് നല്ല പൈസ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഇത് അയച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് എന്തിനാണ് പറയാം, ആ കൈനീട്ടം. അപ്പോൾ ഞാൻ എൻ്റെ സുട്ടുമണിക്കുള്ള കൈനീട്ടം അയച്ചു കൊടുത്ത്. ഇവർക്ക് രണ്ടാക്കി ഞാൻ കൊടുക്കണമല്ലോ, അത് കൊടുക്കാണ്ടായിരുന്നു. അവർക്ക് എനിക്ക് തരാനില്ലല്ലോ, കുട്ടികൾക്കാണല്ലോ തരാനുള്ളൂ. അങ്ങനെ ഓരോരുത്തർ ആര്യനെടുത്തും അപ്പൂനെടുത്തൊക്കെ വർത്താനം പറഞ്ഞ് ചെറുതിനെയൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ ഫോൺ വെച്ച് നമ്മളെ ഹേസുമോള് ഓൾ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പട്ടുപാടയൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ കുട്ടി. അപ്പോൾ മുടി കെട്ടാൻ വേണ്ടി ഞങ്ങളൊന്ന് ശ്രമിച്ച് നോക്കി, കൊമ്പ് കെട്ടാനൊക്കെ. മുപ്പത്തി അങ്ങനെ നിന്നൊന്നും തരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ടിക്കൊക്കെ വെച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടി കാര്യമായിട്ട് ആ ക്ലിപ്പ് മൊത്തം മുമ്പിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇതിന് സഹകരിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ കുറച്ച് നേരം കയ്യിൽ അങ്ങനെ കളിച്ചിരുന്നു കേട്ടോ അവൾ. പിന്നെ പട്ടുപാട ഇട്ടിട്ട് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ മര്യാദയ്ക്ക് ഒന്ന് ഇരുത്തിയ ഫോട്ടോ എടുക്കാനൊന്നും അവൾ അങ്ങനെ നമ്മളോട് സഹകരിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം ആടെ ഇരുന്ന് അവൾ കളിച്ച്. ഞാൻ വിചാരിച്ചു കുട്ടി ഇതൊരു വിനോദത്തിന് വേണ്ടിയിട്ട് പിന്നോട്ട് ഇങ്ങനെ നിരങ്ങിയതാണെന്ന് കേട്ടോ. പിന്നീടാണ് എനിക്ക് ആ നഗ്ന സത്യം മനസ്സിലായി. കുട്ടിക്ക് മുട്ടുകുത്താൻ പറ്റുന്നില്ല, പാവാടേനുള്ളേ സ്ലിപ്പായിട്ടാണ്. ഞാൻ ഇതൊരു കണ്ടോ ഒരു എൻ്റർടൈൻമെൻറ്റിനോട് ചെയ്യാമെന്നല്ല നമ്മൾ വിചാരിക്കുക. കുറച്ച് കഴിഞ്ഞ് കുട്ടി കരഞ്ഞപ്പോൾ മനസ്സിലായത് കുട്ടിക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല എന്നുള്ളത് കേട്ടോ. അങ്ങനെ അല്ലുട്ടനോളെ കൂടെ ഇങ്ങനത്തെ കളിക്കൊക്കെ നിന്ന് കൊടുക്കേ. അങ്ങനെ ഹേസുമ്മ ഇനി പോയിട്ട് പിറ്റേന്ന് തന്നെ വരും കേട്ടോ. പിറ്റേന്ന് ഒരൊറ്റ ദിവസത്തേക്കാണ് പോകണമെങ്കിൽ ലഗേജ് ഞങ്ങൾ ഒട്ടും കുറയ്ക്കാറില്ല. ഞാൻ അതിന് ഓൾ ട്രോളിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ നാളെ എൻ്റെ അവസ്ഥ ഇതാകുമ്പോൾ അവൾ തിരിച്ചും ട്രോളും. വാങ്ങണം, കൊടുത്താൽ നമ്മൾ വാങ്ങണമല്ലോ, വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരിതാ ഇറങ്ങുകയാണ്. ഇവിടുന്ന് കല്യാണിൻ്റെ വീട്ടിലേക്ക് ഒരു 1-1.25 മണിക്കൂർ അത്ര ഒരു സമയമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ വീട് ആരൊക്കെയോ ചോദിക്കലുണ്ട്. മേപ്പയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ, കുരുടിമുക്ക്. അപ്പം അവിടേക്കാണ് അവൾ പോവാണ്. അപ്പോൾ വീണ്ടും കാറിൽ പാട്ട് വന്നപ്പോൾ നമ്മുടെ തുമ്പി ഇറങ്ങി തുള്ളാട്ടം തുള്ളുകയാണ് ഗൈസ്. കുട്ടി തുള്ളട്ടേയും. ഇന്ന് എല്ലാവരുടെ തുള്ളലും കിട്ടി, അമ്മേൻ്റെ തുള്ളൽ കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഞാൻ ആ ഒരു കാഴ്ച കാണുന്നത്. അമ്മ വന്ന് നിന്ന് ഇവർ തുള്ളാൻ പറഞ്ഞപ്പോൾ അമ്മേൻ്റെ വകയും 2 ഡാൻസൊക്കെ കളിച്ച്. അപ്പോൾ ഞാൻ വേഗം അതും എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിഷു നല്ലൊരു എന്താ പറയുക,
എല്ലാവരും കൂടെ ചെറിയ രീതിയിലാണെങ്കിൽ ചെറിയ രീതിക്ക് അടിച്ചു പൊളിച്ച്. ഇനിയിപ്പോൾ കട്ടയും കല്യാണിയും ചെറുതും ഒക്കെ അപ്പോൾ പോവും. കുറച്ച് നേരം കഴിഞ്ഞാൽ അശ്വനിയും അല്ലിയും ഒക്കെ പോവും. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പോയി സൈഡാവും. അങ്ങനെ അപ്പോൾ അവർ യാത്ര പറഞ്ഞ് പോവാണ് കേട്ടോ. ഏകദേശം ഒരു 3-3:30 ആയിട്ടുണ്ട് പോകാനാകുമ്പോൾ. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും വൈകുന്നേരം ആവും. മെല്ലെ പോവണം, അവൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു നുള്ളു കൊടുക്കണം, കുട്ടിയുള്ളതാണ് ശ്രദ്ധിക്കണം തുടങ്ങിയിട്ടുള്ള കുറേ അഡ്വൈസ് ഉപദേശങ്ങൾ അത് ആസ് യൂഷ്വൽ അമ്മ കൊടുക്കുകയാണ്. അത് ഞങ്ങൾ പോവുകയാണെങ്കിലൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ഓരോ യാത്രയാക്കിയിട്ടുണ്ട് അവർ പോയി. ഇല്ല ഇന്ത്യൻ്റെ ആ എല്ലാ ഇന്ത്യക്കാരും ഉറക്ക പറയേ. അങ്ങനെ പറ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. അങ്ങനെ ഉറക്ക പറയേ. ആ ആ ഇന്ത്യക്കാരാണ്. ആ എന്നിട്ട് ഞാൻ എൻ്റെ ഫാനല്ല, ഞാൻ എൻ്റെ രാജ്യത്തിന് ഫാനാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ആ അതിൻ്റെ ആ ഇതിപ്പം നമ്മൾ തന്നെ പറയാണല്ലോ. അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആ ഓ അബുദാബി പോയി വരാന്ന്. ബാക്കി നിനക്ക് അറിയാത്തതുകൊണ്ട് അസംബ്ലി ഡിസ്പോസ് പറഞ്ഞോ. ജയ് ഹിന്ദ് പറ. എന്താ അവിടെ ജയ് ഹിന്ദ് പറ. ആ അശ്വിനി അല്ലിയും കുറച്ച് നേരം കൂടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അശ്വിനി ഇവിടെ കുത്തുന്ന റെനേനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അശ്വിനീൻ്റെ വേറെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരൊക്കെ കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഓളും പോയിട്ടോ. അപ്പോൾ ഓരോരുത്തർ ഞങ്ങളിങ്ങനെ പറയാണ് രാത്രി ഇങ്ങോട്ട് വരണേന്നൊക്കെ. വരില്ല എന്ന് എനിക്കറിയാം, എന്നാലും വെറുതെ അവളോട് പറയുന്നൊരു സുഖമല്ലേ. അല്ലുട്ടനെ ഒരു പോണേൻ്റെ സങ്കടമാണ് കേട്ടോ. അല്ലി എസ്പെഷ്യലി അല്ലി. അങ്ങനെ അവളെടുത്ത് ടാറ്റാ ബേബി ഞങ്ങളടുത്ത് ടാറ്റാ ബേബി പറഞ്ഞിട്ട് അവർ പോയി. ഇനി ഞാൻ മെല്ലെ കൊണ്ടിട്ട് ഇവർ രണ്ടെണ്ണത്തിനും ഉറക്കട്ടെ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക്. അങ്ങനെ ഇന്നത്തെ വിഷു ഇതൊക്കെ ആയിരുന്നു. ഇനിയിപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. നാളെ നല്ലൊരു വിശേഷം വരുന്നുണ്ട് ഗൈസ്. അതെന്താണെന്നുള്ളത് നാളെ പറയാം. ബൈ.